ഹലോ എവ്രി വൺ. നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓരോ ദിവസം ഒരു ഫാബ്രിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് വെച്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫാബ്രിക് ഒരു ലാവൻഡർ ഷെയ്ഡ്, അതുപോലെ തന്നെ റോസ് ഗോൾഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഫുൾ നെറ്റിൽ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1100 ആണ് പെർ മീറ്റർ. ഇതിൻ്റെ പ്ലെയിൻ ഉണ്ട്, അതിൻ്റെ 550 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. 7 ഡേയ്സ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഫുൾ വർക്ക് ഉണ്ട്. വൺ സൈഡ് ബോർഡർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു സീക്വൻസ് ആണ് കേട്ടോ, റെയിൻബോ സീക്വൻസ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡ് ആണ് അടുത്ത വരുന്ന ഷെയ്ഡ്. അപ്പോൾ ഈ റോസ് ഗോൾഡും ഈ സെയിം പാറ്റേൺ തന്നെയാണ്, വൺ സൈഡ് ബോർഡർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സാരി, ദുപ്പട്ട അല്ലെങ്കിൽ യോക്കൊക്കെ ആയിട്ട് നമുക്കിത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ആപ്ലിക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു വൺ സൈഡ് ബോർഡർ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കുറച്ചും കൂടി ഹെവി ആക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ പ്ലെയിൻ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ബോർഡേഴ്സ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബോർഡർ ഇല്ലാത്ത ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിനെ ഹെവി ആക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ബ്രൈഡൽ സാരിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. മീൻസ് അധികം വർക്കൊന്നും ഇല്ലാണ്ട് ഒരു മിനിമൽ റേറ്റിൽ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലാവൻഡറിനും സെയിം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ദുപ്പട്ടയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്കേർട്ട്, പ്ലീറ്റഡ് സ്കേർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് രണ്ട് സൈഡ് ബോർഡർ ഉള്ളതുകൊണ്ട് ഇതും ഒരു സാരിയൊക്കെ ആക്കി ചെയ്യാം. ഇതിൽ ഓൾറെഡി ഓൾ ഓവർ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സാരി ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ ദുപ്പട്ടയൊക്കെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഒരു ഫ്രോക്കാണ്. യോക്ക് പോർഷനും സ്ലീവും ഇത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പ്ലീറ്റഡ് പാറ്റേൺ, അതിൻ്റെ ഈ വർക്ക് നമ്മളെടുത്തിട്ട് ആപ്ലിക് പോലെ ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കാണ്. നെക്സ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള അനാർക്കലി. അതിൽ നമുക്ക് യോക്ക് ആൻഡ് സ്ലീവ് ഇത് യൂസ് ചെയ്തിട്ട് യോക്കിൻ്റെ അവിടെ ചെറുതായിട്ട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വർക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മിക്ക പാറ്റേൺസ് ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാൻ പറ്റും, ഹാൻഡ് വർക്കൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇങ്ങനത്തെ ഫാബ്രിക് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യുണീക്കായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതൊരു കോപ്പിങ് നടക്കില്ല. ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്കാലപ്പിംഗ് മെത്തേഡിലാണ് ദുപ്പട്ട ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ ഫ്രോക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് യോക്ക് യൂസ് ചെയ്തേക്കുന്നത് ആ ഫാബ്രിക്കാണ്. ഇനി നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫാബ്രിക്ക് കട്ട് ചെയ്തിട്ട് യോക്ക് പോർഷനിലും ഓൾ ഓവറായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം സ്ലീവ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ആ പ്ലെയിൻ നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് ദുപ്പട്ട യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുൾ ദുപ്പട്ടയിൽ നമ്മൾ 2 സൈഡ് ബോർഡർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫാബ്രിക് ഫുൾ കട്ട് ചെയ്തിട്ട് യോക്ക് പോർഷൻ ഫുൾ നമ്മൾ ആപ്ലിക്ക് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അതിനൊരു തിക്ക് വർക്ക് ആക്കി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോർഡർ ഇതേപോലെ തന്നെ സ്കാലപ്പ് ബോർഡേഴ്സ് നമ്മൾ ഇതിൽ സ്ലീവ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ചെയ്തേക്കുന്നത് നമ്മൾ ഹെവി ആണല്ലോ യോക്ക്. അപ്പോൾ ദുപ്പട്ട ഇത്തിരി ഒന്ന് അത്ര ഹെവി ആക്കാണ്ട് ഓർഗൻസയിൽ സ്കാലപ്പിംഗ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ബോട്ടം ഡ്യൂപ്യോൺ സിൽക്ക് ഡൈ ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ബോട്ടംസൊക്കെ റെഡി കളേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഡൈയിങ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സാരിയാണ് കേട്ടോ. നമ്മളിത് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഒരു ബാപ്റ്റിസത്തിന് മോമിന് വേണ്ടി ചെയ്തേക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എൻസിൽ മാത്രമല്ല വർക്ക്, ബാക്ക് സൈഡിലും നമ്മൾ ആ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്ക് നല്ല ഭംഗിയാണ് അത് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ വർക്ക് നിൽക്കണം കാണാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ മാച്ചിങ് അണ്ടർ സ്കേർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കളേഴ്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അണ്ടർ സ്കേർട്ടൊക്കെ എപ്പോഴും ഡൈ ചെയ്ത് റെയർ കളേഴ്സിൻ്റെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ബ്രൈഡൽ ഒരു സ്കേർട്ടും ടോപ്പുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ഹാൻഡ് വർക്ക്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഒരു മിനിമൽ കോസ്റ്റിൽ ചെയ്തെടുക്കാം.
അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു സാരി പ്ലെയിൻ ഓർഗൻസയിൽ നമ്മൾ ആ ബോർഡർ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർഗൻസയിൽ വേണമെങ്കിൽ, ഇപ്പോൾ നെറ്റിലായിരുന്നല്ലോ അതിൻ്റെ ബോർഡേഴ്സ്, അപ്പോൾ ഓർഗൻസയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഫാബ്രിക്സ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. വെബ്സൈറ്റിൽ only 7 days മാത്രമായിരിക്കും കേട്ടോ സ്റ്റോക്ക് ഉണ്ടാവുന്നത്. അത് കഴിയുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ അവൈലബിലിറ്റി പിന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.